എന്നത്തെയും പോലെ എഞ്ചിൻ റൂമിൽ വാച്ചിൽ പോയപ്പം ഹാൻഡ് ഓവർ കിട്ടിയത് ഡെക്കിൽ സിലിണ്ടർ ഓയിലുണ്ട്, സിലിണ്ടർ ഓയിൽ ടാങ്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്. ഒന്നും നോക്കിയില്ല, ഞാനും ഫിറ്ററും നേരെ ഡെക്കിലോട്ട് പോയി. ഈ വണ്ടി ഇട്ട് ഉന്തിത്തള്ളി കറക്കുന്ന വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ബാക്കിലത്തെ അതായത് പ്രൊവിഷൻ ക്രെയിന് കടലിൽ പോകുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് റോളിങ് ടൈമിൽ. അപ്പോൾ പ്രൊവിഷൻ ക്രെയിൻ ഇല്ലാത്തത് കൊണ്ട് മിഡ്ഷിപ്പ് ക്രെയിൻ ഉപയോഗിച്ചാണ് ഓരോ ക്യാനും മിഡ്ഷിപ്പിൽ വെച്ചേക്കുന്നത്. ഈ ട്രോളി കൊണ്ടുപോയി ഓരോ ക്യാനും അതിൽ കയറ്റി പുറകുവശത്ത് എത്തിക്കുക, അതാണ് ആദ്യ ജോലി. ഈ ഓരോ ക്യാനെന്ന് പറയുന്നത് 1000 ലിറ്ററാണ്. അങ്ങനെ ഓരോ ക്യാനും നമ്മൾ പുറകുവശത്ത് എത്തിച്ചിട്ടുണ്ട്. അടുത്തത് ട്രാൻസ്ഫറിങ് സ്റ്റാർട്ട് ചെയ്യുക എന്നാണ്. ട്രാൻസ്ഫറിങ് വലിയൊരു ജോലിയൊന്നുമല്ല. പമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ലീക്കേജോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്താൽ മാത്രം മതി. പക്ഷേ ഈ തണുത്ത ടെമ്പറേച്ചറിൽ എൻജിൻ റൂം വിട്ട് ഡെക്കിൽ വന്ന് ജോലി എടുക്കാൻ വല്ലാത്ത സുഖമാണ്. അതുകൊണ്ട് തന്നെ ഞാനും ഫിറ്ററും ട്രാൻസ്ഫറിങ് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഈ ഓസ് കാണാൻ കഴിയും. ഈ ക്യാനിൽ നിന്നും ഈ ഓസ് പോകുന്ന ടാങ്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. ചെറിയൊരു ജോബാണ്, പക്ഷേ എന്തെങ്കിലും ലീക്കേജ് ഉണ്ടോ എന്ന് വാച്ച് ചെയ്യണം. ഇതാണ് ഇന്നത്തെ ജോലി. സൗണ്ടൊക്കെ കേട്ട് ഡെക്കിലോട്ട് ചെന്ന് നോക്കുമ്പോൾ OS ഒക്കെ അറഞ്ചും പുറഞ്ചും ഇരുന്ന് ബഫ് ചെയ്യുന്നുണ്ട്. അപ്പം 3:30 മണിയായി. കാഴ്ചകളും കാര്യങ്ങളെല്ലാം കണ്ട് നേരെ പോയി റൗണ്ടും എടുത്ത് 4 മണിക്ക് മുമ്പ് എന്നെ ലോഗ് ബുക്ക് എഴുതിയിട്ട് ഹാൻഡ് ഓവറും കൂടെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ എൻ്റെ ജോലി കഴിഞ്ഞ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.